നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്കും, എനിക്ക് കമന്റ് ഇടുന്നവരെല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഒരു കാര്യം, അപ്പൊ ചിലരിപ്പോ എന്നോട് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടുന്നത് എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ, ഞാൻ ടാരോ ഷോർട്സ് മറ്റേ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പൊ എന്റെ വീഡിയോസ് എനിക്ക് ഇല്ല, പക്ഷെ കാണുന്നവർ പറയുന്നത് അവർക്ക് എന്റെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ എനിക്ക് പേഴ്സണൽ റീഡിങ് കിട്ടുന്നത് എന്നുള്ള വിശ്വാസം കൊണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ ഞാൻ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ എന്റെ വീഡിയോ, പിന്നെ വേർഡ് ഓഫ് മൗത്തും നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ കാണുന്നത്. അപ്പൊ അവര് പറഞ്ഞു, കൂടുതൽ ആളുകൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇടാറില്ല ഇപ്പൊ. അപ്പോ യൂട്യൂബിൽ ഞാൻ ചില വീഡിയോസ് ചിലർക്ക് വളരെ ഉപകാരം, പക്ഷെ അധികം ആൾക്കാർ കാണുന്നില്ല. അപ്പൊ എന്നോട് സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ ഷോർട്സ് ആക്കി അതിന്റെ ചെറുതിട്ട് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക്, ഷോർട്സ് വഴി കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, എന്റെ സ്ഥിരം കാണുന്നവർക്ക്, വീഡിയോ കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകുന്നതിൽ ക്ഷമിക്കണം. പക്ഷെ കൂടുതൽ ആളുകൾ എന്റെ വീഡിയോ കൊണ്ട് ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളോട് സോറി പറയേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ അത് ഓക്കെ, അത് ഒരു കാര്യം പറയണം എന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും നന്ദി പറയുന്നു, കമന്റ്സിനും ലൈക്കിനും ഷെയറിനും ഹൈപ്പിനും എല്ലാത്തിനും നന്ദി കേട്ടോ. ഫുൾ സപ്പോർട്ടിന് നന്ദി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ടായിരിക്കാം ഒരു പ്രത്യേക ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്താണ് നടക്കുന്നത്, ഒരു പുതിയ ഓഫർ വന്നതായിരിക്കാം നിങ്ങൾക്ക്. എന്താണ് ഈ നടക്കുന്നത് നിങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പൊ ഒരു കണക്ഷനിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കാര്യം തുടങ്ങണമെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അജണ്ട എന്താണ് എന്ന് വെച്ചാല്, നിങ്ങൾ അറിയാത്ത ഒരു അജണ്ട ഈ വ്യക്തിക്കുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും നല്ല ഉദ്ദേശത്തിലായിരിക്കണമെന്നില്ല നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പൊ ഇവരുടെ നിങ്ങൾ അറിയാത്ത അജണ്ട എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഒരു 6 കാർഡ് എടുക്കണം. അതിനു മുമ്പ് ഞാൻ ഓറക്കിൾ മെസ്സേജ് നോക്കുകയാണ് ഈ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട്.